എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഭഗവത്ഗീത ചാപ്റ്റർ 4 ജ്ഞാനകർമ്മ സന്യാസയോഗം. ഇവിടെ ഭഗവാൻ വളരെ വിശിഷ്ടമായ ജ്ഞാനത്തെ തൻ്റെ വളരെ പ്രിയപ്പെട്ട അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ ഒരു സ്വരൂപത്തെ, എന്താണ് ഭഗവാൻ, എങ്ങനെയാണ് ഭഗവാനെ നമ്മൾ പ്രാപിക്കേണ്ടത്, അങ്ങനെ ഭഗവാനെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മഹാത്മാക്കൾ എൻ്റെ പരമാത്മമായ ഭാവത്തെ പ്രാപിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. വീതരാഘഭയക്രോധ മന്മയാ മാമുപാശ്രിതാഹ ബഹവോ ജ്ഞാനതപസ പൂതാമദ്ഭാവമാഗതാഹ. അതായത് ജ്ഞാനതപസ് കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഭഗവാന് ഓരോന്ന് ഓഫർ ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാനിത് തന്നാൽ എനിക്കത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ഓരോന്ന് ഓഫർ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇടയിലുള്ളത്. എന്നാൽ ഭഗവാൻ പറയുന്നത് എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് ജ്ഞാനതപസ്സാണെന്ന്. അതായത് നിരന്തരമായ നാമജപങ്ങളിലൂടെയും പാരായണങ്ങളിലൂടെയും സ്വാധ്യായങ്ങളിലൂടെയും ആരാണോ നിരന്തരം ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നത് അവർക്ക് മാത്രമേ എന്നെ പ്രാപിക്കാൻ കഴിയൂ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അതാണ് ഇനി അടുത്ത ഒരു ശ്ലോകത്തിൽ 11ാമത്തെ ശ്ലോകം വായിക്കാം. ധ്യാനം. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവേ വേദേ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവത്സിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതി നമ. വ്യാസ ഭഗവാനെ എന്ന മഹാഗുരുവിനെ നമിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. അത് ചതുർത്ഥോധ്യായഃ ജ്ഞാനകർമ്മ സന്യാസയോഗഃ. ശ്ലോകം 11. യഥാ മാം പ്രബധ്യന്തെ താംസ്തദൈവ ഭജാമ്യഹം മമ ആത്മാനുവർത്തന്തെ മനുഷ്യ പാർത്ഥ സർവശഃ. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. യഥാ മാം പ്രബധ്യന്തെ താംസ്തദൈവ ഭജാമ്യഹം മമ ആത്മാനുവർത്തന്തെ മനുഷ്യ പാർത്ഥ സർവശഃ. പറയുന്നത്, ആര് എപ്രകാരം എന്നെ സമീപിക്കുന്നോ, എന്നെ ഭജിക്കുന്നോ, അവരെ അപ്രകാരം തന്നെ ഞാൻ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നു. അല്ലയോ അർജുന, മനുഷ്യർ എല്ലാ വിധത്തിലും എൻ്റെ മാർഗത്തെ അനുസരിക്കുന്നു. അതായത് നമ്മൾ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഇങ്ങോട്ട് എങ്ങനെയാണ് അതുപോലെ അങ്ങോട്ടും ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ. ഇപ്പം നമ്മളോട് ആരെങ്കിലും എപ്പോഴും ദുഷ്ടതരം കാണിക്കുകയാണെങ്കിൽ നമുക്കും കുറേയൊക്കെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. എത്ര വലിയ സാത്വികരായിട്ടുള്ള ആളുകളാണെങ്കിലും അങ്ങോട്ട് നമ്മൾ അപ്പോൾ അത്രേ നമുക്കും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെയാണെന്ന് പറയുന്ന പോലെയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം യഥാ, ആര് എപ്രകാരം, മാം പ്രബധ്യന്തെ, എന്നെ സമീപിക്കുന്നുവോ, എന്നെ ഭജിക്കുന്നുവോ, താൻ തഥാ ഏവ, അവരെ അപ്രകാരം തന്നെ, അഹം ഭജാമി, ഞാൻ സ്വീകരിക്കുന്നു, പാർത്ഥ, അല്ലയോ അർജുന, മനുഷ്യ സർവശഃ, മനുഷ്യർ, സർവശഃ എല്ലാവിധത്തിലും, മമ ആത്മ എൻ്റെ മാർഗത്തെ അനുവർത്തിക്കുന്നു. അപ്പോൾ മനുഷ്യരെ എല്ലാ തരത്തിലും എൻ്റെ മാർഗത്തെ തന്നെ അനുസരിക്കുന്നു. കാരണം അവർ എങ്ങനെയാണോ എന്നെ ഭജിക്കുന്നത്, എങ്ങനെ സ്വീകരിക്കുന്നത്, ഞാൻ ആ രീതിയിൽ തന്നെ അവരെയും ഞാൻ സമീപിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അപ്പം നല്ലത് ചെയ്താൽ മാത്രമേ നല്ലത് കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു വലിയ ലോക നിയമമാണ് ഭഗവാൻ ഇവിടെ അനാവരണം ചെയ്യുന്നത്. അതായത് ഈ ശക്തികളെ ശരിയായ വിധത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ അതിലൂടെ വിജയമുണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ പിന്നെ എന്താ പറയുക, ദുർമന്ത്രവാദങ്ങളും ഒക്കെ
അതൊക്കെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അവർ വിചാരിക്കും ശത്രുക്കളെ ഞങ്ങൾ ജയിക്കുന്നു എന്ന്. എന്നാൽ ഇത് ശരിക്കും അവർക്ക് തിരിച്ചടിക്കുകയാണ് ശരിക്കും ചെയ്യുക. കാരണം എപ്പോഴും നന്മയ്ക്ക് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. അപ്പോൾ അപ്പം ഏതൊരു ശക്തിയെയാണ് ദുരുപയോഗം ചെയ്യുന്നത്, അതേ ദിവ്യശക്തി തന്നെ നാശത്തിനും കാരണമാകുന്നു എന്ന് ഭഗവാൻ എത്രയോ വർഷങ്ങൾക്ക് 5000 വർഷം മുമ്പ് പറഞ്ഞു വച്ചിരിക്കണം. അതല്ലേ നമ്മളിന്ന് നാട്ടിൽ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്തെല്ലാം ദുഷ്ടശക്തികളാണ് പ്രവർത്തിക്കുന്നത്. അത് തൽക്കാലം അവർക്ക് തോന്നും ഞങ്ങൾ വിജയിച്ചു എന്ന്. പക്ഷേ അത് അവരുടെ നാശത്തിന് തന്നെ കാരണമായി തീരുമെന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നതൊന്നും ഇതുവരെയും തെറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കാറിൽ പെട്രോൾ അടിച്ചാൽ അത് കൊണ്ട് നമുക്ക് പല രീതിയിലും നമുക്ക് ചെയ്യാം. നല്ല ആ പെട്രോളിൻ്റെ ശക്തി ഉപയോഗിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം, നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് പോവാം, നല്ല ഇപ്പോൾ പിക്നിക്കിന് പോകാം, എക്സ്കർഷന് പോവാം. എന്നാൽ അതേ ഇത് ഉപയോഗിച്ച് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചാൽ പടുകുഴിയിൽ പോയി വീഴുകയും അവൻ്റെ അല്ലെങ്കിൽ അവരുടെ നാശത്തിന് കാരണമായിട്ട് തീരും. അപ്പോൾ നമ്മൾ രാഗദ്വേഷങ്ങൾ കൂടാതെ ആ ശക്തിയെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ദേഷ്യം കൊണ്ടും കോപം കൊണ്ടും നടന്ന ഒരാളാണ് പടുകുഴിയിൽ പോയി വീണത്. അപ്പോൾ ഇവിടെ എഞ്ചിനിൽ കൂടെ ആ ഒരു ശക്തി ആവാഹിക്കപ്പെടുമ്പോൾ രാഗമോ ദ്വേഷമോ കൂടാതെ പെട്രോൾ ശക്തിയെ നൽകുന്നു. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ അറിവിനെയും കഴിവിനെയും ആശ്രയിച്ചിരിക്കും. അപ്പോൾ പറയുന്ന ലോകശക്തിയെ, ഈ ലോകത്തെ ആണവശക്തി ഉപയോഗിച്ച് 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ആണവശക്തി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ ആ ശക്തി ഉപയോഗിച്ച് വെള്ളം നീരാവിയാക്കി ആ നീരാവി ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കി അതിൽ നിന്ന് വരുന്ന അത് കറങ്ങുമ്പോൾ മാഗ്നറ്റിൻ്റെ ഇടയിൽ കറങ്ങുമ്പോൾ അവിടെ പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു രീതി തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ഈ ആണവശക്തിയെ പിന്നെ ഡിസ്ട്രക്റ്റീവ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമാവും. അപ്പോൾ 2ാം ലോക മഹായുദ്ധകാലത്തൊക്കെ ബോംബ് വർഷിച്ചതൊക്കെ നമുക്കറിയാം. ഇപ്പോഴും അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ആ നാട് അനുഭവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഭഗവാൻ എല്ലാവർക്കും ജീവൻ പ്രദാനം ചെയ്യുന്നു, ജീവശക്തി. പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു? നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അയാൾ മഹാനായിട്ട് മാറും. അല്ലാതെ അത് ചീത്ത രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് അവരുടെ തന്നെ നാശത്തിന് കാരണമാകുമെന്നും ഭഗവാൻ ഗീതയിൽ പറയുന്നു. അപ്പോൾ വിദ്യുത് ശക്തി ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു ടേപ്പ് റെക്കോർഡർ പ്രവർത്തിപ്പിക്കാം. പിന്നെ അതുപോലെ പിന്നെ ഫാന് പ്രവർത്തിപ്പിക്കാം. അതുപോലെ ഒരു വെള്ളം തിളപ്പിക്കാൻ ഹീറ്റർ പ്രവർത്തിപ്പിക്കാം. അങ്ങനെ പലതും ചെയ്യാൻ കഴിയും. എന്നാൽ അത് തന്നെ പക്ഷേ നമുക്ക് അറിയാം, നേരെ ശരിയായിട്ടുള്ള ഒരു ഉപകരണത്തിലൂടെ കടത്തിവിടുമ്പോഴേ അതിന് ശരിയായിട്ടുള്ള ജോലി ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഫാനിൽ കൂടെ ഇലക്ട്രിസിറ്റി പോകുമ്പോൾ അത് പ്രകാശം തരണം എന്ന് പറയുമ്പോൾ അത് നടക്കുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് അവ്യക്തമായ ഈശ്വര ശക്തിയെ ആവാഹിക്കാം. പക്ഷേ അത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റും. പക്ഷേ അതിനെ ചീത്ത രീതിയിൽ ആവാഹിക്കുമ്പോൾ ആ ഒരു ശക്തി തന്നെ അത് ഒരു നാശത്തിന് കാരണമാകും എന്ന് പറയുന്നു. അപ്പോൾ ഒരു വലിയ മഹാപുരുഷനായിട്ടുള്ള ഒരു വലിയ സന്യാസിക്കും അതുപോലെ ഒരു കൊലപാതകിക്കും വേണ്ട പ്രവർത്തിക്കാനുള്ള ശക്തി കഴിവ് നൽകുന്ന ഒരേ തരത്തിൽ ഒരേ ഒരു പരാശക്തി അല്ലെങ്കിൽ ഒരേ ഒരു ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭഗവാന്റെ ശക്തിയെ ശരിക്കും ഉപയോഗിക്കണം എന്നാണ് ഈ ഒരു ശ്ലോകം പറയുന്നത്. അതായത് യഥാ മാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹം മമ ആത്മാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. അതായത് ഇവിടെ പാർത്ഥ എന്നാണ് അർജുനെ വിളിക്കുന്നത്. ആർ എപ്രകാരം എന്നെ സമീപിക്കുന്നുവോ ഭജിക്കുന്നുവോ അവരെ അപ്രകാരം തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. അല്ലയോ അർജുന, മനുഷ്യർ എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ അനുസരിക്കുന്നു എന്ന് ഭഗവാൻ ഈ വളരെ വിശേഷപ്പെട്ട ഈ ഒരു
ശ്ലോകം വളരെ ഈ ഒരു കാലഘട്ടത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ശ്ലോകം തന്നെയാണ്. കാരണം ഇന്ന് നമ്മളുടെ ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ചിന്തകളുള്ളവരാണ് അധികവും. അപ്പം ഈ ചീത്ത ചിന്തകളിൽ നിന്ന് എപ്പോഴവർ പുറത്തേക്ക് വരുന്നോ അപ്പോൾ മാത്രമേ അവർ ചെയ്യുന്ന ജോലിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കും ഫലം കാണുള്ളൂ. കാരണം നമ്മുടെ ഓരോ ചിന്തകളും നമുക്ക് അതിനുള്ള ഫലം കൊണ്ടുതരുമെന്ന് ഭഗവാൻ പറയുന്നു. അത് നമ്മൾ നിരന്തരം നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.